ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പിസ്സയാണ്. ഈ ഒരു പിസ്സ ഓവൻ ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പിസ്സ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനായി നമുക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഓർഗാനോ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായി ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറമേ ആയിട്ടും കുറച്ചുകൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുകയോ ഇതുപോലെ എയർ കയറാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. ഇനി ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെ 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 1 തൊട്ട് 2 മണിക്കൂർ വരെയാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പിസ്സയ്ക്ക് ആവശ്യമുള്ള സോസ് തയ്യാറാക്കി എടുക്കാം. സോസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പഴുത്ത തക്കാളി, 2 ഓനിയൻ, അതുപോലെ കുറച്ച് വെളുത്തുള്ളി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു കുക്കറിലേക്കിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്കിൻ ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മുടെ സോസിന് ചെറിയൊരു എരിവും കളറും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓർഗാനോ കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി മധുരത്തിനായി കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൈവിടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറുകി വരുന്നൊരു പരുവമാകുമ്പോഴത്തേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മാവ് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്കൊന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതിനി ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്തതിന് ശേഷം അതിനകത്ത് ഇതുപോലെ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ശേഷം നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഈ ഷീറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു പിസ്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം ചീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കം, ഓനിയൻ, ടൊമാറ്റോ, സ്പ്രിംഗ് ഓനിയൻ എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ചിക്കൻ കൂടി ആഡ് ചെയ്യാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിലായിട്ടും കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലൊരു അടി കെട്ടിയുള്ള പാത്രം എടുക്കുക. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഒരു അലുമിനിയം പാത്രമോ എടുക്കുക. അതിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ പിസ്സേനെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ്സ് വെക്കുക.
ഓവനിലാണ് വെക്കണമെങ്കിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് നേരം വെക്കുമ്പോഴേക്കും നല്ലതുപോലെ റെഡിയാക്കി കിട്ടും. ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് ചിലപ്പോൾ ടൈമിങ്ങിൽ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.